നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. വനിതകളുടെ ക്ഷേമത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസി UN വിമൺ നയി മൻസിൽ ആജീവിക ജനശാല UN വിമൺ എന്ന ഏജൻസിയാണ്. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ശില്പി ആര്? VK കൃഷ്ണമേനോൻ, ഗാന്ധിജി, നെഹ്റു, അംബേദ്കർ. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ശില്പിയായി നിലകൊള്ളുന്നത് നെഹ്റു ആണ്. കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്തോനേഷ്യ, ഇംഗ്ലണ്ട്, നൈജീരിയ, ലണ്ടൻ. കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലാണ്. ഇന്ത്യ ആസിയൻ കരാറിൽ ഒപ്പിട്ടത് എന്ന്? 2007 സെപ്റ്റംബർ 10, 2003 ഒക്ടോബർ 4, 2008 ഏപ്രിൽ 11, 2009 ഓഗസ്റ്റ് 13. 2009 ഓഗസ്റ്റ് 13 ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് എത്ര? 20,000 കിലോമീറ്റർ, 30,000 കിലോമീറ്റർ, 40,000 കിലോമീറ്റർ, 50,000 കിലോമീറ്റർ. ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് 40,000 കിലോമീറ്ററാണ്. തെർമോകോൾ പ്ലേറ്റുകൾ നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, ഹരിയാന, പഞ്ചാബ്. തെർമോകോൾ പ്ലേറ്റുകൾ നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായിരുന്നു ജാർഖണ്ഡ്. മഹാഭാരതത്തിൽ പാണ്ഡുപ്രസ്ഥ എന്ന പേരിൽ പരാമർശിച്ചിട്ടുള്ള പ്രദേശം ഏത്? പാനിപ്പത്ത്, സോണിപ്പട്ട്, അയോധ്യ, മധുര. പാനിപ്പത്തിനെയാണ്. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം? മാംഗ്ലൂർ, ഹൂബ്ലി, ഹംപി, ഹട്ടി. ഹൂബ്ലി എന്ന സ്ഥലത്താണ്. മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനം ഏത്? പൂന, ജാഫ്ന, ലത്തൂർ, വാർധ. മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് പൂനെ. ബോക്സൈറ്റ് നിക്ഷേപത്തിന് പ്രസിദ്ധമായ സ്ഥലം ഏത്? സാമ്പൽപൂർ, ജയ്പൂർ, ശ്രീനഗർ, ഗുവാഹത്തി. ബോക്സൈറ്റ് നിക്ഷേപത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് സാമ്പൽപൂർ. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ഫോണിൽ സംസാരിച്ചത് ആര്? സുഖ്റാം, ഗുൽസാരിലാൽ, ധ്യാൻ ശങ്കർ. സുഖ്റാമായിരുന്നു. പ്രാചീന കാലത്ത് ലൗഹിത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, യമുന. പ്രാചീന കാലത്ത് ലൗഹിത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയിൽ മരണശിക്ഷ നിർത്തലാക്കാനുള്ള പ്രമേയം പാസാക്കിയ സംസ്ഥാനം? ത്രിപുര, മണിപ്പൂർ, ആസാം, കർണാടക. ഈ പ്രമേയം പാസാക്കിയത് ത്രിപുരയായിരുന്നു. നിശബ്ദ തീരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ലഡാക്ക്, അമൃത്സർ, ജന്തർ മന്ദിർ, ശിവകാശി. നിശബ്ദ തീരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലഡാക്ക്. ഇന്ദിരാ പോയിന്റ് എന്ന സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ലക്ഷദ്വീപ്, ഡൽഹി, പഞ്ചാബ്. ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുള്ള ജില്ല ഏത്? തിരുവനന്തപുരം, എറണാകുളം, കൊച്ചി, തൃശ്ശൂർ. ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുള്ള ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്മീൻ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത്? കൊല്ലം, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്. ഏറ്റവും കൂടുതൽ ചെമ്മീൻ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. ഒരു മനുഷ്യനിലെ വൻകുടലിൻ്റെ നീളം എത്ര? 1.5 മീറ്റർ, 2.1 മീറ്റർ, 2 മീറ്റർ, 2.5 മീറ്റർ.
ഒരു മനുഷ്യൻ്റെ വൻകുടലിൻ്റെ നീളം 1.5 മീറ്ററാണ്. ലോക നഴ്സസ് ദിനം എന്ന് ജൂലൈ 1, ഒക്ടോബർ 24, മെയ് 12, ഏപ്രിൽ 7. ലോക നഴ്സസ് ദിനമായി ആചരിക്കുന്നത് മെയ് 12-നാണ്. ആജീവിക എന്ന പദ്ധതി നിലവിൽ വന്ന വർഷം ഏത്? 2011, 2012, 2013, 2010. ആജീവിക എന്ന പദ്ധതി നിലവിൽ വന്നത് 2011-ലായിരുന്നു. ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്ന മുദ്രകൾ എത്ര? 24 മുദ്രകളാണ്. എത്രാം ശതകത്തിലാണ് രാഷ്ട്രകൂട വംശം സ്ഥാപിതമായത്? 7-ാം ശതകത്തിൽ, 6-ാം ശതകത്തിൽ, 8-ാം ശതകത്തിൽ, 5-ാം ശതകത്തിൽ? രാഷ്ട്രകൂട വംശം സ്ഥാപിതമായത് 8-ാം ശതകത്തിലാണ്. സിജു വന്യജീവി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു? മേഘാലയ, ഹരിയാന, മണിപ്പൂർ, പഞ്ചാബ്. സിജു വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. പാർപ്പിട മേഖലകളിൽ രാത്രിയിൽ അനുവദനീയമായ ശബ്ദപരിധി എത്ര? 20 ഡെസിബൽ, 30 ഡെസിബൽ, 15, 40 ഡെസിബൽ? 40 ഡെസിബലാണ്. ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? സോഡിയം, ചെമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം. ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? മഗ്നീഷ്യമാണ്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? പാർവതി മേനോൻ, ആലിയ ഭട്ട്, സഞ്ജന ദീപു, ഗാർഗി ആനന്ദൻ. ഗാർഗി ആനന്ദനായിരുന്നു. 2021-ലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ ആര്? KS ചിത്ര, വീരമണി രാജു, P സുശീല. ഇവരാരുമല്ല. P സുശീലയായിരുന്നു. യുനെസ്കോ ചെയർപാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏത്? വൈത്തിരി, പിണറായി, പരിയാരം, പള്ളിക്കര. യുനെസ്കോ ചെയർപാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്തായിരുന്നു പരിയാരം. ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഏത്? ത്രിപുര, നാഗാലാൻഡ്, ആസാം, ഉത്തരാഖണ്ഡ്. ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനമായിരുന്നു ത്രിപുര. നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? ഗോവ, ആന്ധ്രാപ്രദേശ്, മിസോറാം, തെലങ്കാന. നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ആന്ധ്രാപ്രദേശ് ആയിരുന്നു. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി, 20 ഡിഗ്രി, 35 ഡിഗ്രി, 15 ഡിഗ്രി. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം 30 ഡിഗ്രിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏത്? ആരവല്ലി, സത്പുര, വിന്ധ്യ, മാൾവ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനമേത്? ചെങ്കൽ മണ്ണ്, എക്കൽ മണ്ണ്, പർവ്വതമണ്ണ്, ചെമ്മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമതയുള്ള മണ്ണിനമാണ് എക്കൽ മണ്ണ്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ഒരുക്കിയിട്ടുള്ളത്? വരയാട്, കടുവ, സിംഹം, മാൻ. കോർബറ്റ് ദേശീയ പാർക്കിൽ സംരക്ഷിക്കുന്ന മൃഗമാണ് കടുവ. വേടന്തങ്കൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? കർണാടക, ഉത്തർപ്രദേശ്, തമിഴ്നാട്, കേരളം. വേടന്തങ്കൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. രാജാറാം മോഹൻ റോയ് വേദാനന്ദ കോളേജ് സ്ഥാപിച്ചതെവിടെ? ലാഹോർ, കൊൽക്കത്ത, മുംബൈ, ഡൽഹി. രാജാറാം മോഹൻ റോയ് വേദാനന്ദ കോളേജ് സ്ഥാപിച്ചത് കൊൽക്കത്തയിലായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏത്? പീരുമേട്, ഏറനാട്,
മല്ലപ്പള്ളി, കുന്നത്തൂർ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കാണ് ഏറനാട്. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏത്? കശുവണ്ടി, റബ്ബർ, കുരുമുളക്, കയർ. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായമാണ് കയർ വ്യവസായം. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കൊല്ലം. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? ഗായത്രി പുഴ, ചാലക്കുടി പുഴ, കുന്തിപ്പുഴ, തൂതപ്പുഴ. തൂതപ്പുഴയിലാണ്. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം. മണിയാർ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആര്? കൃഷ്ണയ്യർ, AK ഗോപാലൻ, EK നായനാർ, EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകനായിരുന്നു AK ഗോപാലൻ. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം, തൃശ്ശൂർ, വയനാട്, കോഴിക്കോട്. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 12, 4, 8, 10. ഒരു മനുഷ്യൻ്റെ വായിൽ 8 ഉളിപ്പല്ലുകൾ കാണപ്പെടുന്നു. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഏത്? ജീവകം D, ജീവകം B, ജീവകം C, ജീവകം K. ജീവകം D ആണ് ശരിയായ ഉത്തരം. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏത്? സൗഹൃദം, സുഹൃതം, ആർദ്രം, അനുയാത്ര. അനുയാത്ര എന്ന പദ്ധതിയായിരുന്നു. ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്ത മൂലകം ഏത്? ഓക്സിജൻ, മീഥെയ്ൻ, നൈട്രജൻ, ഹൈഡ്രജൻ. ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്ത മൂലകമാണ് നൈട്രജൻ. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? ബലം, വൈദ്യുതി, താപം, മർദ്ദം. ന്യൂട്ടൺ എന്നത് ബലം അളക്കാനുള്ള യൂണിറ്റാണ്. ചൂലന്നൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട്, കൊല്ലം, ഇടുക്കി, എറണാകുളം. ചൂലന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ലൈംഗിക വികാരം കൂടുതലുള്ള സ്ത്രീകളുടെ ലക്ഷണം എന്ത്? കൂടുതൽ സംസാരം, കുറവ് സംസാരം, തടി കൂടുതൽ, തടി കുറവ്. സംസാരം കുറവായിരിക്കും.